രണ്ട് ഫ്രീഡമുള്ള ആൾക്കാർ കൂടെ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബേസിക് ആയിട്ടുള്ള വലിയൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. രണ്ട് ഫ്രീഡമുള്ള ആൾക്കാർ കൂടെ യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എപ്പോഴും എൻ്റെ ഇഷ്ടവും നിങ്ങളുടെ ഇഷ്ടവും തമ്മിൽ മാറുമ്പോൾ അവർ രണ്ട് വ്യത്യസ്ത വഴികളിലേക്ക് പോകും. അപ്പോൾ ഒരു കപ്പിൾ കൂടെ ജീവിക്കുന്നെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ കാണേണ്ടത് അവരിൽ ആരുടെയോ ഒരാളുടെ ഫ്രീഡം മറ്റേ ആൾക്ക് സറണ്ടർ ചെയ്തിട്ടുണ്ടോ. 10 വർഷം അല്ലെങ്കിൽ 30 വർഷം മുമ്പുള്ള തലമുറയിൽ ആരും മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഇത്ര സമയം ചെലവഴിക്കുന്നില്ല. അല്ലെങ്കിൽ അവരുടെ പഠന രീതി ഇതായിരുന്നില്ല. എപ്പോൾ അതൊക്കെ മാറി, എപ്പോൾ എല്ലാ സിസ്റ്റത്തിലൂടെ മാത്രമാകുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട്. 70s 80s എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിരുന്നു അവരുടെ. സർവൈവൽ നിന്ന് മാറി. എൻ്റെ അച്ഛനൊക്കെ അനുഭവിച്ച സർവൈവലാണ്. പക്ഷെ അത് കഴിഞ്ഞ് എൻ്റെ ഏറ്റവും മൂത്ത ബ്രദറൊക്കെ ഇപ്പം 70-80 years ഒക്കെ ഉള്ള ആളാണ് എൻ്റെ ബ്രദേഴ്സ്. അവരൊക്കെ സ്ഥാപനങ്ങളാണ്. അവർക്കൊരു വീട് വേണം, എല്ലാവർക്കും വീട് വേണം, വ്യത്യസ്ത വീട് വേണം. ഇതൊക്കെയായിരുന്നു അവരുടെ ആഗ്രഹം. അതും കഴിഞ്ഞ് വന്ന സമയത്ത് അവരുടെ ഇതെങ്ങനെ പരിപാലിക്കാമോ, മെയിൻ്റനൻസ് ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം. അത് കഴിഞ്ഞിട്ടുള്ള ഈ ജനറേഷൻസിലൊക്കെ, തൊട്ട് മുമ്പുള്ള ജനറേഷൻസിലൊക്കെ അവർക്ക് ആവശ്യം മിനിമം സൗകര്യങ്ങളൊക്കെ വേണം. അത് മാറി. ഇപ്പം ആവശ്യം കംഫർട്ട്. ലോകം മാറി. അവരൊന്നും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലല്ല. ആ കാലഘട്ടം കഴിഞ്ഞു. നമസ്കാരം ഡോക്ടർ TPS. നമസ്കാരം ഡെന്നി തോമസ് വട്ടക്കുന്തൻ. ദിസ് പ്രോഗ്രാം ഇസ് പവർഡ് ബൈ മെരിമിക്സ്. നമ്മുടെ ജെൻസി കുട്ടികൾ അത്യാവശ്യം നല്ല ഒരു ഫോക്കസ് ഓറിയൻറ്റഡ് ആയിട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശരിക്കും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കുറ്റപ്പെടുത്തുന്ന ഒരു ജനറേഷനാണല്ലോ ജെൻസി. കമ്മിറ്റ്മെൻ്റ് ഇല്ല, ജോലിക്ക് മര്യാദയ്ക്ക് വർക്ക് ചെയ്യില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ ഇടയിൽ കൂടെ അവർക്കൊരു പോസിറ്റീവ്സ് ഉണ്ട്. എന്താണ് അതിനെക്കുറിച്ചൊരു അഭിപ്രായം? കാരണം ഭയങ്കര മിക്സ്ഡ് ആയിട്ടുള്ള, വീട്ടിലാണെങ്കിൽ തന്നെ ഇവർ നമ്മൾ പറയുന്ന ഒന്നും കേൾക്കത്തില്ല. അപ്പൊ എന്താണ് പൊതുവെ അതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം? ഇപ്പൊ നിങ്ങൾ കാണുന്നതാണല്ലോ. നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു ചേഞ്ചസ് ആണ് ഈ തലമുറയിൽ വന്നത്. അതിൽ നമ്മൾ പഴയ തലമുറയ്ക്ക് സ്വീകരിക്കാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതാണ് ശരിക്കും അവരിൽ നിന്ന് കണ്ടുപഠിക്കേണ്ടതും ഒരുപാട് മാതൃകാപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അത് ആരും മനസ്സിലാക്കാതെ അവരുടെ നമ്മൾ നിലവിലുള്ള എങ്ങനെയാണോ നമ്മൾ നിലവിൽ പോയിക്കൊണ്ടിരുന്നത് അതിൽ എന്താണ് ചേഞ്ച് വന്നത്, ആ ചേഞ്ച് ആൾക്കാർക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് അവരെ പഴിക്കുന്നത്. ഒരിക്കലും ഒരു തലമുറയെ നമ്മൾ പഴിക്കുന്നതിൽ കാര്യമില്ല. അവരുടെ നല്ല വശങ്ങളിൽ കൂടുതൽ നന്നാക്കി എടുക്കുക, അതിനെ നന്നായി പ്രൊയാക്റ്റീവായിട്ട് ആൾക്കാരിൽ സമൂഹത്തിന് എത്തിക്കുക എന്നുള്ളതിലാണ് അതിൻ്റെ അകത്ത് പ്രാധാന്യം ഇരിക്കുന്നത്. ഒരിക്കലും ഒരു തലമുറയുടെ മുഴുവൻ സ്വഭാവം എങ്ങനെ മാറുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ് ഇപ്പോൾ സാറ് പറഞ്ഞത്. അവരുടെ ഭക്ഷണത്തിൽ, അവരുടെ ജീവിത രീതിയിൽ, ടെക്നോളജിയിലും എല്ലാം കണക്റ്റഡാണ്. നമ്മൾ നേരത്തെ ഉള്ളൊരു 10 വർഷം അല്ലെങ്കിൽ 30 വർഷം മുമ്പുള്ള തലമുറയിൽ ആരും മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഇത്ര സമയം ചെലവഴിക്കുന്നില്ല. അല്ലെങ്കിൽ അവരുടെ പഠന രീതി ഇതായിരുന്നില്ല. എപ്പോൾ അതൊക്കെ മാറി, എപ്പോൾ എല്ലാ സിസ്റ്റത്തിലൂടെ മാത്രമാകുമ്പം അവരുടെ സ്വഭാവത്തിൽ ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട്. ആ മാറ്റങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ പിള്ളേരിലും പണ്ടത്തെ ആൾക്കാരുടെ അത്ര ക്ഷമയില്ല. വീട്ടിൽ ആരെങ്കിലും വന്നാ എണീറ്റ് ഒന്ന് ബഹുമാനിക്കത്തില്ല. അത് നമ്മുടെ സോഷ്യൽ കാലത്തെ വന്ന മാറ്റങ്ങൾ, കൂടുതൽ സമയം നമ്മൾ അതിൽ അഡിക്റ്റ് ആയി പോകുന്ന മൊബൈലിൽ, ഇതെല്ലാം ഒരു വലിയ കാര്യമാണ്. അത് അവിടെയൊക്കെയാണ് സൈക്കോളജിക്കൊക്കെ ഉള്ള പ്രാധാന്യം. അത് നമ്മുടെ തലമുറ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഈ പണ്ട് ആധുനിക കാലഘട്ടത്തിൽ എത്രയോ മുമ്പ് പോലും ഇത് വളരെ സീരിയസ് ആയി ചിന്തിച്ചിരുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു എന്നുള്ള ഉത്തരവാണ്. അപ്പൊ അത് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു പാഠ്യപദ്ധതിയാണ് നമുക്കൊക്കെ ആവശ്യം. ഇതില് എനിക്ക് അടിയുള്ളത് നീഡ് അനുസരിച്ചിട്ടാണ് വിദ്യാഭ്യാസം പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പണ്ടൊക്കെ ആവശ്യം എന്ന് വെച്ചാൽ ഒരു ജോലി വേണം. എന്തിനാണ്? സർവൈവലിന്റെ. അതെ. ജോലി ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ജനറേഷനും ഈ പ്രോബ്ലം. എത്ര പാവപ്പെട്ടവനാന്ന് പറയുന്നവനും ഒരു ജനറേഷന് ജീവിക്കാനുള്ളത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും കേരളത്തിലൊക്കെ. അത് കഴിഞ്ഞ് കുറച്ചു കാലം വരുമ്പോൾ അവർക്കുണ്ടായിരുന്നു ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാക്കാനുള്ള. എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാനല്ല, എനിക്കൊരു വീടുണ്ടാക്കണം, എനിക്കൊരു പേര് വേണം. ഇതാണ് എസ്റ്റാബ്ലിഷ്മെന്റ്. ആ ഒരു കാലം ഉണ്ടായിരുന്നു. 70s 80s എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരുന്നു അവരുടെ. സർവൈവൽ നിന്ന് മാറി. എൻ്റെ അച്ഛനൊക്കെ അനുഭവിച്ച സർവൈവലാണ്. പക്ഷെ അത് കഴിഞ്ഞ് എൻ്റെ ഏറ്റവും മൂത്ത ബ്രദറൊക്കെ ഇപ്പം 70-80 years ഒക്കെ ഉള്ള ആളാണ് എൻ്റെ ബ്രദേഴ്സ്. അവരൊക്കെ സ്ഥാപനങ്ങളാണ്. അവർക്കൊരു വീട് വേണം, എല്ലാവർക്കും വീട് വേണം, വ്യത്യസ്ത വീട് വേണം. ഇതൊക്കെയായിരുന്നു അവരുടെ ആഗ്രഹം. അതും കഴിഞ്ഞ് വന്ന സമയത്ത് അവരുടെ ഇതെങ്ങനെ പരിപാലിക്കാമോ, മെയിൻ്റനൻസ് ആയിരുന്നു അവരുടെ ഏറ്റവും വലിയ പ്രോബ്ലം. അത് കഴിഞ്ഞിട്ടുള്ള ഈ ജനറേഷൻസിലൊക്കെ, തൊട്ട് മുമ്പുള്ള ജനറേഷൻസിലൊക്കെ അവർക്ക് ആവശ്യം മിനിമം സൗകര്യങ്ങളൊക്കെ വേണം. അത് മാറി. ഇപ്പം ആവശ്യം കംഫർട്ടാണ്. അതെ. അപ്പോൾ ഇന്നത്തെ ജനറേഷന്, ഞാനൊക്കെ പെൻസിൽ ലാസ്റ്റ് പോലും എഴുതിയിട്ടുള്ള ആളാണ്. ഒരു പേന മാത്രമുള്ള സമയത്ത് അതിന് മഞ്ഞൾ തേച്ചിട്ട് അതിൻ്റെ കളർ മാറ്റിയിട്ട് ഉപയോഗിച്ചിട്ട്, കാരണം രണ്ട് കളറിനത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ആ കാലഘട്ടമൊക്കെ പോയിട്ട് ഇപ്പം ഒരു വീട്ടിൽ എത്ര പേനകൾ ഉണ്ടാവും, എത്ര കമ്പ്യൂട്ടറുകൾ ഉണ്ടാവും എന്ന് ആലോചിച്ചു.
ലാപ്ടോപ്പ് നമ്മുടെ ഞാൻ ഇന്നലെ റോഡ് സൈഡിൽ ഇന്നലെ ഹൈദരാബാദിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബലൂൺ വിൽക്കുന്ന പയ്യൻ, അതേപോലെ ഈ ചെറിയ പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, പാക്കറ്റ് ആക്കിയിട്ട് വെക്കുന്നത്. അവൻ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ അടുത്ത സിഗ്നൽ വരുന്നവരെ അവൻ സംസാരിക്കുന്ന ഫോൺ നോക്കി കഴിഞ്ഞാൽ 40,000 രൂപ ഉണ്ടാവും. അതെ അതെ അത്ഭുതം. അതെ അപ്പൊ അവൻ ഇന്ന് ജീവിക്കുന്നത് അവന്റെ സർവൈവലിന് വേണ്ടിയിട്ടല്ല അവനത് വെക്കുന്നത്. ഈ 40,000 ഇപ്പൊ ഇന്നലെ വിദ്യാന്തം കൊണ്ട് ഏത് സിറ്റിയിൽ പോയപ്പോഴാണ്, ആ സിറ്റിയിൽ പോയ സമയത്ത് നമ്മുടെ ട്രാൻസ്ജെൻഡർ ജെൻഡേഴ്സ് ഈ വന്നിട്ട് കാശ് ചോദിക്കുന്ന സമയത്ത് കാശ് കൊടുക്കാൻ നോക്കുമ്പോൾ ഗൂഗിൾ പേയിലാ പേ ചെയ്യണേ. അപ്പൊ ഞാൻ പറയുന്നത് ലോകം മാറി. അവരൊന്നും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലല്ല. ആ കാലഘട്ടം കഴിഞ്ഞു. ഇപ്പൊ ഉള്ളത് കംഫർട്ടാണ്. ഞാനിപ്പോ വരുന്ന സമയത്ത് ഞാനിപ്പോ ഇവിടെ വരുന്നത് ഇപ്പം നേരത്തെ പറഞ്ഞപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മംഗലാപുരത്ത് പോയിട്ട് അന്ന് ഇൻഡിഗോ പ്രോബ്ലം ഉള്ള കാലമാണ്. 2 ദിവസം ഞാൻ മംഗലാപുരത്ത് താമസിക്കലുള്ളൂ. എൻ്റെ ഹോട്ടൽ ഫെയർ മാത്രം ഏകദേശം 60,000 റുപ്പീസാണ്. എൻ്റെ ഫ്ലൈറ്റ് ഫെയർ എന്ന് പറയുന്നത് ഒരു 3 ടൈംസ് ഹയറായി. അവരെനിക്ക് തന്നത് 10,000 രൂപയാണ്. ഞാൻ ഹൈദരാബാദിൽ നിന്ന് 4 ദിവസം കഷ്ടപ്പെട്ടിട്ട് അവിടെ പോയിട്ട് ഒരു 2 മണിക്കൂർ ക്ലാസ് എടുത്താൽ വാല്യൂ ഇല്ല എഡ്യൂക്കേഷൻ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അവൻ തരുന്ന കാശിന് വേണ്ടിയിട്ടല്ല എന്ന് കൃത്യമായിട്ട് അറിയാം. ഈ ഇൻ്റർവ്യൂവും ചിലപ്പോൾ അത് കാണുന്നു. അങ്ങനെയെങ്കിലും ബോധം വരട്ടെ. കാരണം ഞാനത് തൊട്ട് മുമ്പ് ഞാൻ അയാൾക്ക് അയച്ചു കൊടുത്തതാണ് എൻ്റെ ടിക്കറ്റ്. ആ ടിക്കറ്റ് ഫെയറിൻ്റെ പകുതി പോലും ഇല്ലാത്തതാണ്. അപ്പോൾ ഈ ബോധം നമ്മൾ ഈ സൊസൈറ്റിയിൽ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ള ബോധം നമുക്കുണ്ടല്ലോ. ആ ബോധം ഓരോ കുട്ടികളിലേക്കും എത്തിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും കാശിന് വേണ്ടി അല്ലാതെയും കുറേ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാനൊരു ബസ്തിയിൽ ക്ലാസ് എടുക്കാൻ പോയി. കുറേ വളണ്ടിയർ സ്റ്റുഡൻസിൻ്റെ കൂടിയാണ് പോയത്. അവിടെ കൊടുത്തിട്ട് അവർക്ക് ഭക്ഷണം ഒക്കെ കൊടുത്ത് അവരെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, എന്നിട്ട് വെറുതെ അവരോട് ഞാൻ ചോദിച്ചിരിക്കണേ, നിങ്ങളുടെ ഒരു ധാരണ ഉണ്ടാവില്ല ഇപ്പം എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്? നിങ്ങൾക്ക് ആരോ കാശ് തരുന്നുണ്ടോ? ഈ വളണ്ടിയർ സർവീസ് എടുത്തവരെ കുറിച്ച് അവരുടെ ധാരണ ഇവർ വളണ്ടിയർ സർവീസ് അല്ല, ഇവർക്ക് ആരോ കാശ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവനോട്ടൊരു ബാഗ് എടുത്തിട്ട് അവിടെ വെക്കാൻ പറഞ്ഞാൽ അവൻ അപ്പം കാശ് വയ്ക്കുന്നു. മനസ്സിലാവും. അപ്പൊ ഇവരുടെ കൺസെപ്റ്റ് ഓഫ് ലൈഫ് ഉണ്ടല്ലോ, നമ്മൾ ഉപയോഗിക്കുന്ന ഈ സർവീസ് എന്ന് പറയുന്ന മെന്റാലിറ്റിയും അതിനൊന്നും വാല്യൂ ഇല്ലാണ്ട് പോകുന്ന ഒരു ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം അവൻ ഇതൊന്നും ചെയ്യാതെയും ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ പാരൻസ് അങ്ങനെയല്ല ചെയ്തത്. അപ്പോൾ നമ്മൾ ട്രഡീഷണലി വരുന്ന വാല്യൂസും ഇന്നത്തേക്ക് റീഡിഫൈൻ ചെയ്യുമ്പോഴുള്ള വാല്യൂസും തമ്മിലുള്ള ഒരു മിസ്മാച്ച് ഉണ്ടാണ് ഇന്നത്തെ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം. ഈ ജനറേഷൻ എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ആൻഡ് കോൺട്രഡിക്ഷൻസിൻ്റെ ജനറേഷനാണ്. നമ്മളും അതുപോലെയാണ്. ഞാൻ ജനിച്ചത് ബിഫോർ കമ്പ്യൂട്ടറാണ്. ഞാൻ പറയാം BC-യിലാണ് ഞാൻ ജനിച്ചത്. ഇപ്പം ഞാൻ ആഫ്റ്റർ ഡിജിറ്റൽ ആവാനുള്ള ശ്രമത്തിലാണ്. എനിക്ക് പൂർണ്ണമായിട്ട് പറ്റുന്നുമില്ല. അപ്പം ഞാൻ BC-യിൽ നിന്ന് AD-യിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം ഈ 40 കൊല്ലമൊന്നും പോരാ. ഇതൊക്കെ പഠിക്കണമെങ്കിൽ കുറേ സമയം, അത് പറ്റാത്തതാണ് നമ്മുടെ ഭാഗം. ഞാൻ ഈ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ആദ്യം വരുന്ന സമയത്ത് കിടക്കയും ഒക്കെ ആയിട്ടാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ MSc പഠിക്കാൻ വരുന്നത്. ഇന്ന് രാവിലെ ഞാൻ പിന്നെ ഹോട്ടലിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഇതാണോ ഞാൻ പഠിച്ച കൊച്ചി? ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം കഴിഞ്ഞ 40 വർഷം കൊണ്ട് കൊച്ചിക്കുണ്ടായിട്ടുള്ള മാറ്റം വലിയൊരു മാറ്റമല്ലേ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന പിള്ളേരുടെ സ്റ്റൈൽ ഡിഫറൻ്റ് അല്ലേ. അപ്പോൾ ഈ ജെൻസി എന്ന് പറയുന്ന ജെൻ എക്സിൻ്റെ തുടക്കത്തിൽ ജനിച്ച ഒരാളാണ്. മില്ലേനിയം അല്ലെങ്കിൽ ഒരു ബേബി ബൂമേഴ്സ് എന്ന് പറയുന്ന 8 കുട്ടികളും 10 കുട്ടികളും ഉണ്ടായിരുന്ന പാരൻസിൽ നിന്ന് 1 or 2 കുട്ടികൾ മാത്രമുള്ള ഒരു പാരൻ്റായി മാറുമ്പോൾ നമുക്കുണ്ടാകുന്ന കോൺഫ്ലിക്ട്സും കോൺട്രഡിക്ഷൻസും ഇവരുണ്ടാകും. അന്ന് എൻ്റെ അച്ഛൻ വളരെ ഹാപ്പി ആയിരുന്നു. ഇന്ന് എൻ്റെ മക്കളും വളരെ ഹാപ്പിയാണ്. തീരെ ഹാപ്പി അല്ലാത്തൊരു ജനറേഷനിൽ ജീവിച്ചാണ് അന്ന് അവർക്ക് വലിയ റിക്വയർമെന്റ്സ് ഇല്ല, അവർ ഹാപ്പിയാണ്. ഇന്നത്തെ മക്കൾക്ക് കംഫർട്ട് ആവശ്യത്തിലധികം ഉണ്ട്, അവരും ഹാപ്പിയാണ്. ഏറ്റവും കഷ്ടപ്പെട്ടുള്ള ഈ ജനറേഷനാണ് ഇതിനെക്കുറിച്ച്. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ആവലാതി ഉണ്ടല്ലോ. ഞാൻ പലയിടത്തും ക്ലാസ് എടുക്കാൻ പോകും ഇന്ത്യൻ ഹെറിറ്റേജിനെ കുറിച്ചും ഇന്ത്യൻ നോളജ് സിസ്റ്റത്തിനെ കുറിച്ചും ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇതൊന്നും പഠിപ്പിക്കാനല്ല, ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു കൺസേൺ ഉണ്ടാവും. ആ കൺസേൺ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് ഞാൻ വരുന്നത്. കാരണം അല്ലെങ്കിൽ നഷ്ടപ്പെടും. ഇത്രയും കാലം നമ്മൾ ആ കൺസേണൊക്കെ നമ്മൾ കൊണ്ടുവന്നു. നമ്മളിപ്പോൾ എന്തിനാണ് എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കുന്നത്? നോക്കുമല്ലേ, ഇത് വെച്ചിട്ട് വല്ല കാശ് നമുക്ക് ഇത് വെച്ചിട്ട് വല്ല ജോലി കിട്ടാനാണോ? അല്ല, നമുക്കൊരു കൺസേൺ ഉണ്ട്. ആ കൺസേൺ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അടുത്ത ജനറേഷൻസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ കൺസേൺ ഷെയർ ചെയ്യാനുള്ള ഒരു സ്ഥലവും കൂടിയാണ്. ലോകം എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ അല്ല, സിറ്റിസൺ ആണ്. ഒരു മനുഷ്യൻ വ്യക്തിയിൽ നിന്ന് ഒരു സമൂഹ ജീവിയായി മാറുന്ന ഒരു പരിണാമം അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം വളരെ പെർഫെക്റ്റ്. അതാണ് നമ്മുടെ ലക്ഷ്യം, അതാണ് ഉണ്ടാവേണ്ടത്.
ഒരു ലാസ്റ്റ് ചോദ്യം കൂടെ ചോദിക്കട്ടെ സാർ. ഇപ്പം ഈ നമ്മളുടെ യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ പുറത്തേക്ക് പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർ 16 വയസ്സ് തൊട്ട് തന്നെ പാർട്ട് ടൈം ജോലികൾ ചെയ്യാൻ തുടങ്ങുവാണ്. നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ നമ്മൾ 28, 29 വയസ്സായാലും പഠിപ്പിക്കുക അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നിർത്താനുള്ള കോൺസെപ്റ്റാണ്. ശരിക്കും ആ ഒരു മാറ്റം വരുന്നത് നല്ലതാണോ? എന്താണ് ആ ഒരു കൾച്ചറൽ ഡിഫറൻസ്? അത് വളരെ വലിയൊരു കാര്യമാണ്. കുട്ടികളെ സംബന്ധിച്ച് 15 വയസ്സ് അല്ല 17 വയസ്സ് കഴിയുമ്പോൾ സ്വയാശ്രയമായി ജോലി ചെയ്ത് വളരുക എന്നുള്ളൊരു കാര്യത്തിൽ. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ തലമുറയിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ സംബന്ധിച്ച് സ്കൂളിൽ പഠിക്കാൻ പോകുന്നതിന്റെ കൂടെ തന്നെ വീട്ടിലെ ജോലികൾ ചെയ്യണമായിരുന്നു. അല്ല പറമ്പുകളിലെ ജോലി ചെയ്യണമായിരുന്നു. എന്തെങ്കിലും രീതിയിലൊക്കെ അധ്വാനിക്കണം. ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വഴക്ക് പറയുന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ ഈ നമ്മളെ എല്ലാം ഫീഡ് ചെയ്യാണ്. സ്കൂളിൽ ചെറിയ ക്ലാസ് തൊട്ട് പ്ലസ് ടു പഠിക്കുന്നിടം വരെ അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ വസ്ത്രം ശരിയാക്കി കൊടുക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഡിഗ്രി പഠിക്കുമ്പോഴും ഇത് തന്നെയാണ്. വീട്ടിൽ നിന്ന് പൈസ അയച്ചു കൊടുക്കും. അതായത് അവരുടെ മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള പൈസ, അവർക്ക് പോക്കറ്റ് മണി, ഇതെല്ലാം വീട്ടിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അധ്വാനം എന്ന് പറയുന്ന സാധനമില്ല. അപ്പോൾ അങ്ങനെയുള്ള വളരുന്ന പിള്ളേരും ഇപ്പോൾ വിദേശത്തൊക്കെ പോകുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ പോയിട്ട് പാർട്ട് ടൈം ജോലി ചെയ്യുന്ന പിള്ളേരുണ്ട്. അവർ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ മനസ്സിനൊരു കരുത്തുണ്ടാവും. ഇപ്പം നമുക്കറിയാം ഇന്നത്തെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നത്തിൽ കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്യുക. ആത്മഹത്യ ചെയ്യുന്ന അവർക്ക് മാനസികമായ കരുത്തില്ല. ഇപ്പോഴത്തെ പല പിള്ളേരോട് നമ്മളൊന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരെല്ലാം പേടിക്കുകയാണ്. കാരണം പേടിച്ച് വിറയ്ക്കുക അല്ലെങ്കിൽ ഷിവർ ചെയ്യുക. അപ്പം അതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പിള്ളേരിന് ആ മാനസികമായ കരുത്തില്ല. ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എത്രയോ അടി വാങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിയത്തില്ല. അത് വീട്ടിൽ നിന്നും കിട്ടും, സ്കൂളിൽ നിന്നും കിട്ടും. അപ്പം അതൊക്കെ ഇന്നത്തെ തലമുറ അനുഭവിച്ചിട്ടില്ല. ഇപ്പോഴത്തെ തലമുറയുടെ പ്രശ്നം വളരെ ഈസി ആയിട്ട് എല്ലാം ഫീഡ് ചെയ്യുകയാണ്. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പേരൻസ് കൊടുക്കുകയാണ്. അവർ വീട്ടിൽ നിന്ന് സ്കൂളിൽ കൊണ്ടുപോയി വിടും, സ്കൂളിൽ തിരിച്ചു കൊണ്ടുവരും, അവരുടെ എല്ലാ കാര്യങ്ങളും നടത്തും. അപ്പോൾ അത് വലിയൊരു മാറ്റമാണ്. വിദേശത്തൊക്കെ പോവുകയാണെങ്കിൽ അവിടെ പോയി പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക്, നല്ല കഷ്ടപ്പാടാണ്. അപ്പോൾ പാർട്ട് ടൈം വർക്ക് എന്ന് പറയുന്നത് കിട്ടുന്ന നല്ല ജോലികളൊന്നും അല്ലല്ലോ. ഒന്നെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ എത്തും, അല്ലെങ്കിൽ കെയർ ഹോമൊക്കെ, അങ്ങനെയുള്ള ചെറിയ ചെറിയ ജോലികളാണ് കിട്ടുന്നത്. നല്ല കായിക അധ്വാനമുണ്ട്. അപ്പോൾ അവർക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാവും, നല്ലൊരു മാനസിക ആരോഗ്യം ഉണ്ടാവും, ഒരു എന്തിനേയും നേരിടാനുള്ള കരുത്തുണ്ടാവും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ കുട്ടികളെ സംബന്ധിച്ച് ഈ രീതിയിൽ വളർന്നു വരുന്ന തലമുറയെ സംബന്ധിച്ച് മാനസികമായ ഒരു കരുത്തില്ലായ്മയുണ്ട്. അത് അതിൽ നിന്ന് വലിയ മാറ്റം ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലായ്മ ഉണ്ട്. തീർച്ചയായിട്ടും. കുറെ മാറിയിട്ടുണ്ട് കേട്ടോ. ഈ പിള്ളേരല്ലേ പിള്ളേര് മാറിയിട്ട് ഡിസയർ നേരൊക്കെ ഞാനിപ്പോ പല വീടുകളിലൊക്കെ പോകുന്ന സമയത്ത് കാണാം, ടീനേജ് ആയിട്ടുള്ള ഒരു കുട്ടി, ഒരു പണ്ടൊക്കെ ആണെങ്കിൽ 5 മണി 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ കയറുമ്പോഴത്തേക്കും പാരന്റ്സിന് ടെൻഷൻ കൂടും. ആ കുട്ടിക്ക് അതിനേക്കാളും ടെൻഷൻ കയറി പറഞ്ഞതുപോലെ വീട്ടിൽ നിന്ന് അടി കിട്ടുന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ അടി കിട്ടുന്ന പരിപാടി ഒന്നും ഇപ്പൊ അടിയില്ല, തല്ല് മാത്രം. അടിപൊളി മാറി തല്ലി പരിപാടി. അപ്പൊ ഈ കയറി വരുന്ന സമയത്ത് അച്ഛൻ ചോദിക്കാണ്, 8 മണിയായില്ലേ മോളെ, എന്താ ലേറ്റ് ആയത്? ഞാൻ സിനിമ പോയി. എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ ജനറേഷൻസിലൊന്നും ആരും ഇത്ര ധൈര്യമായിട്ട് അച്ഛനോട് സിനിമ പോയി പിള്ളേരോട് ട്യൂഷൻ ഉണ്ടായിരുന്നു പറയാ. ട്യൂഷൻ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു കളവ് പറയുന്നവരുടെ എണ്ണം കുറയും. അതെ. അപ്പൊ ഇന്നത്തെ ജനറേഷൻ ഞാൻ വളരെ ഹോപ്പ്ഫുള്ളാ. ഒന്ന് ധൈര്യമുണ്ട്, അവർക്ക് പാരന്റ്സിനോടും എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, അവർക്ക് പറയാം ഞാൻ പുറത്തു പോയി, ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ തീരുമാനിച്ചു സിനിമക്ക് പോയി. അതേതാ സിനിമ? ഞാൻ അച്ഛനോട് പറയേണ്ട കാര്യം, ഇതിപ്പോ അച്ഛൻ കാണണ്ടല്ല ഞങ്ങൾ കാണുന്നത് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയില്ല. അവരുടെ പൈസയുണ്ട്, നമ്മളെ കാശ് അതില്ലായിരുന്നു. അല്ല, ഇന്ന് എല്ലാവരുടെ അടുത്തും മൊബൈൽ ഫോൺ ഉണ്ട്, അവരുടെ അടുത്ത് ജിപേ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്. എവിടെയെങ്കിലും നിന്നിട്ട് ഒരു 100 രൂപ അയച്ചേക്കാൻ പറഞ്ഞാൽ മതി. ഇത്രയൊക്കെയല്ലേ. അതല്ലെങ്കിലും കാശുള്ള കുറെ പേരെങ്കിലും ഇത്രയും. നമ്മുടെ കാലത്തൊക്കെ കാശുള്ള ആരുമില്ല. ഞങ്ങൾ മാത്രല്ല, ഞങ്ങളുടെ കൂടെയുള്ള ക്ലാസ്മേറ്റ്സ് ഒരാളെടുത്തു പൈസ ഒരു പൈസയില്ല. ഗവൺമെന്റ് മോരും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അടക്ക പിന്നെ കവുങ്ങിന്റെ മുകളിൽ കയറിയിട്ട് കട്ട് പറിച്ചിട്ട് വിറ്റിട്ടുള്ള ആളാണ് എന്റെ ചെറുപ്പത്തിൽ. എന്ന് വെച്ചാൽ വീട്ടിൽ മോരില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ എല്ലാ ഫ്രണ്ട്സിനും കുടിക്കണമെങ്കിൽ കടയിൽ പോയിട്ട് കുടിക്കുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അത് അനുഭവിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കുട്ടികൾക്കൊന്നും അത് ആവശ്യമില്ല. അതിനൊരു ആവശ്യമില്ല. അപ്പൊ നമ്മൾ പറയുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് ഫ്രീഡം കൂടുതലുണ്ട്. അതെ, ആ ഫ്രീഡം കൂടുതലുണ്ട്, അവരുണ്ട്, അവർ കളവ് പറയില്ല. എവിടെ ഫ്രീഡം കൂടുതലുണ്ടോ അവിടെ കളവ് പറയേണ്ട ആവശ്യമില്ല. അതെ. ആദ്യം മനസ്സിലാക്കുന്നത്. രണ്ട് ഫ്രീഡമുള്ള ആൾക്കാർ കൂടെ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ബേസിക് ആയിട്ടുള്ള വലിയൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. 2 ഫ്രീഡമുള്ള ആൾക്കാർ കൂടെ യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എപ്പോഴും എൻ്റെ ഇഷ്ടവും നിങ്ങളുടെ ഇഷ്ടവും തമ്മിൽ മാറുമ്പോൾ അവർ 2 വ്യത്യസ്ത വഴികളിലേക്ക് പോകും. അപ്പോൾ ഒരു കപ്പിൾ കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ കാണേണ്ടത് അവരിൽ ആരുടെയോ ഒരാളുടെ ഫ്രീഡം മറ്റേ ആൾക്ക് സറണ്ടർ ചെയ്തിട്ടുണ്ടോ. സംഭവം മനസ്സിലായില്ലേ? അപ്പൊ അത് ഇന്നത്തെ കുട്ടികൾക്ക് ബാധക. അവർ വളരെ ഫ്രീഡം ഉള്ളവരാണ്. ഫ്രീഡം ഉള്ളത് കൊണ്ട് ധൈര്യവും കൂടുതലാണ്. അതില്ലാത്തൊരു ജനറേഷൻസിനെ അത് മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നാൽ എൻ്റെ കുട്ടികൾ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുമെന്ന് ഒരു ഭയമുള്ളത് കൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ജനറേഷനായി നമ്മൾ മാറിയിരിക്കുന്നു. അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് പൂർണ്ണ മനസ്സോടുകൂടി എത്താം. പക്ഷെ എൻ്റെ മക്കളെ ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്താൽ നാളെ മുതൽ സിനിമക്ക് പോണ്ട എന്ന് അച്ഛൻ പറഞ്ഞാൽ
അതിന് അർത്ഥം അല്ല ഉറപ്പായിട്ട് പോകുന്നല്ല. എന്നാൽ ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചോളാം. അമ്മ സപ്പോർട്ടിങ്. അച്ഛൻ സ്ട്രിക്റ്റ് ആണെങ്കിൽ അമ്മ സപ്പോർട്ടിങ്. നിങ്ങളുടെ ഏത് കുടുംബവും നോക്കിക്കോളൂ. അച്ഛനോ അമ്മയോ നോക്കിയാൽ ഏതെങ്കിലും ഒരാള് അത് മക്കൾക്കും അറിയാം. ആരെടുത്ത് ചോദിച്ചാലാണ് കാര്യം നടക്കും. ആ. അപ്പൊ ഇത് രണ്ടാളടുത്തും ഒരു തെറ്റ് സംഭവിക്കും. കുടുംബത്തിലെ ഹസ്ബൻഡും വൈഫും തമ്മിൽ വലിയൊരു കോൺഫ്ലിക്റ്റും കോൺട്രഡിക്ഷൻസുമാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. അതെല്ലാ കുടുംബത്തിലും ഉണ്ട്. ഞാൻ ഈ സൈക്കോതെറാപ്പി ചെയ്യുന്ന സമയം നമുക്ക് കിട്ടുന്ന ഏറ്റവും കേസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊക്കെ ഉണ്ടാവുന്നത് ഇവരുടെയൊക്കെ മെയിൻ്റനൻസ് ഓഫ് ചിൽഡ്രൻ, അതും വലിയൊരു പ്രോബ്ലത്തിലാണ്. ഇതൊക്കെ ഒരു സൈക്കോളജിക്കലും സോഷ്യലും ആയിട്ടുള്ള ഒരു വലിയൊരു സിസ്റ്റമാണ്. അത് അക്കാഡമിക്സിൻ്റെ പ്രോബ്ലം അല്ല, നമ്മുടെ കൾച്ചറൽ പ്രോബ്ലത്താണ്. അത് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ സൊസൈറ്റിയിൽ കുറേ കൂടി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. നമ്മുടെ ഈ റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ മോഡേൺ വേൾഡ് എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുമില്ല. ഒരു വലിയൊരു ഒരു ഒരു കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷനിലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കോൺഫ്ലിക്റ്റിംഗ് ആൻഡ് കോൺട്രഡിക്റ്റിംഗ് സൊസൈറ്റിയാണ് നമ്മുടെ ലോകം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം സാർ. താങ്ക് യു സർ. താങ്ക് യു മെമി. ദിസ് പ്രോഗ്രാം ഇസ് പവർഡ് ബൈ മെഡിമിക്സ്.